ബലിപീഠത്തിങ്കൽ ഒന്നു ചേർന്നു ഞങ്ങൾ ദൈവസ്നേഹം തമ്മിൽ തമ്മിൽ പങ്കുവയ്ക്കുവാൻ. ഇന്ന് ബൈജുവും പ്രിയയും ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ ഇവർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട്. ഈ ബലിയിൽ ഇവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതം കണ്ട് നമുക്കൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കത്തക്ക വിധത്തിൽ ജീവിക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകമായി ബൈജുവിനെയും പ്രിയയെയും ഈ ബലിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ശാന്തി പ്രത്യാശയുമെന്നേ. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധ
സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞുകിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞും പൊടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
വിശുദ്ധ പൗലോസ് ലിഹ എഫേസോസർക്ക് എഴുതിയ ലേഖനത്തിലുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവളെ കളങ്കരഹിതയും പരിശുദ്ധിയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെയും സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. മൊഴികൾ ശ്രമിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം, നാഥാ നീ ചൊരിയണമേ. നാഥാ നിൻ മൊഴികൾ ശ്രമിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 10-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഫരിസയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ഇന്നത്തെ ആഘോഷത്തിൻ്റെ കാരണഭൂതരായ ബൈജു, പ്രിയ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, സാധാരണഗതിയിൽ ഞാൻ എവിടെ വിവാഹ എന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ പോയാലും ഞാൻ പ്രസംഗ അവസരത്തിൽ ആദ്യമേ തന്നെ ഇപ്രകാരമാണ് ചോദിക്കുക, നിങ്ങളിൽ ദൈവവിളി സ്വീകരിച്ചവർ ഒന്ന് കൈപൊക്കുകയും ദൈവവിളി സ്വീകരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുകയും. കൈതാത്തിക്കോ. ദൈവാനുഗ്രഹം. ഇവിടെ ഇരിക്കുന്ന ചേട്ടത്തിമാരെല്ലാം ദൈവവിളി സ്വീകരിച്ചു, ചേട്ടന്മാരാരും ദൈവവിളി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ ചേട്ടത്തിമാരെ സ്വീകരിച്ച ദൈവവിളി എന്ത് വിളിയാണ്?
ഈ ചേട്ടന്മാരൊന്നും കൈവക്കില്ല. ചേട്ടന്മാർ ദൈവം വിളിയോ, അത് അച്ഛന്മാർ രണ്ടുപേരും ഇവിടെ ഉണ്ട്, അവരങ്ങോട്ട് കയറിയും പോയി. പിന്നെ ആരാ ഞാൻ, പിന്നെ വേറെ ആരാ അവിടെ? അമ്മച്ചിമാരൊക്കെ പൊക്കിയത് കണ്ടില്ലേ? അമ്മച്ചിമാരൊക്കെ പൊക്കി. കാരണം അവർക്ക് വ്യക്തമായിട്ട് ബോധ്യമായി എന്ത് വിവാഹം ഒരു ദൈവവിളിയാണ്. അറിയാൻ മേലാത്ത അപ്പച്ചന്മാരോടും വിവാഹ ജീവിതത്തിലേക്ക് ഇന്ന് പ്രവേശിച്ച് നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിവാഹം എന്ന് പറയുക അതൊരു ദൈവവിളിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെയും ഞാൻ നൽകുന്നു. ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം എന്ന് പറയുക അത് ദൈവത്തിന്റെ ആശയമാണ്. ഇത് ദൈവത്തിന്റെ ആശയമായതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ദൈവം അവിടെ ഉണ്ടായിരിക്കണം. തോബിത്തിന്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം അവിടെയും കാണുന്നുണ്ട്. 6-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുക: അനാദി മുതലേ അവൾ നിനക്കായി സൃഷ്ടിക്കപ്പെട്ടവളാണ്. അപ്പോൾ ഓർക്കുക, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അനേകം പെണ്ണുകൾ കണ്ടിട്ടുണ്ടാകാം, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അനേകം ചെറുക്കന്മാരെ കണ്ടിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഒരുമിക്കണമെന്ന് തമ്പുരാൻ തീരുമാനിച്ചത്? കാരണം അനാദി മുതലേ ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്ഹാക്കിന് വിവാഹപ്രായമായപ്പോൾ അബ്രാഹത്തിന്റെ ദാസനെ അയക്കുകയാണ് അവന് അനുയോജ്യയായ ഒരു വധുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി. അങ്ങനെ അവൻ പോയി പല പെണ്ണുങ്ങളെയും കണ്ടു. എവിടെയെങ്കിലും ഒരു വശപ്പശക് കാണും. അവൻ അങ്ങനെ പോവുകയാണ്. യാത്ര ചെയ്ത് അവസാനം അവൻ റെബേക്ക എന്ന സ്ത്രീയുടെ അടുത്തെത്തി. അവൾ ഇങ്ങനെ കിണറ്റിൻകരയിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പരിചാരകൻ വൃദ്ധൻ അത് അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കുടിക്കാൻ എനിക്ക് അല്പം വെള്ളം തരിക. അപ്പോൾ അവൾ കുടിക്കാൻ അദ്ദേഹത്തിന് മാത്രമല്ല താങ്കളുടെ കൊന്ന കഴുതയും ഒട്ടകവും ആ മൃഗങ്ങളും അവർക്ക് അതിനും ദാഹിക്കുന്നുണ്ടായ അതിനും കൂടെയുള്ള വെള്ളം അവൾ കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത് തന്നെയാണ് ഇസ്ഹാക്കിന് അനുയോജ്യയായ പെണ്ണ്. അങ്ങനെ അവളുടെ വീട്ടിലെത്തുകയാണ്. ഈ വിവരം പിതാവിനെ അറിയിക്കുന്നു. പിതാവ് പറഞ്ഞു, ഇപ്രകാരമാണ് പറയുക: ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ ഞങ്ങൾക്ക് പറയാനില്ല. വിവാഹം എന്ന് പറയുക ദൈവത്തിന്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ ഞങ്ങൾക്ക് പറയാനില്ല. ഓർക്കുക, വിവാഹം എന്ന് പറയുക ദൈവത്തിന്റെ വിളിയാണ്. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തിരുമണവാളൻ വളവരയിൽ
ബൈജു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഈ നിൽക്കുന്ന പ്രിയയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? പ്രിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഈ നിൽക്കുന്ന ബൈജുവിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ.